മണിയൻപിള്ള രാജുവിന്റെ കാർ ഇടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക് പറ്റിയ സംഭവത്തിൽ പോലീസിന്റെ ബോധപൂർവമായ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. രാത്രി തന്നെ വാഹനവും ഡ്രൈവറെയും തിരിച്ചറിഞ്ഞു. 2 തവണ മണിയൻപിള്ളയുടെ വീട്ടിലെത്തിയെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വാഹന അപകടവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ ഈ വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പറയുന്നത് പോലീസിന് വീഴ്ചകളൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ലിജിൻ, ഗുഡ് മോർണിംഗ്. ഈ മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വാഹനം ഒരു ബുള്ളറ്റിലിടിച്ചാണ് അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വാഹനം നിർത്താതെ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നമായി തന്നെ ഉയർന്നു വന്നൊരു കാര്യം. വാഹനം നിർത്താതെയും അപകടം ഉണ്ടായ അല്ലെങ്കിൽ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കാതെയും അദ്ദേഹം പോയി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പരിശോധനകളടക്കം മെഡിക്കൽ പരിശോധനകളടക്കം അന്ന് പൂർത്തീകരിക്കാതെ പോലീസ് വീഴ്ച വരുത്തി എന്നതായിരുന്നു ഏറ്റവും വലിയ ആരോപണവും ആക്ഷേപവുമായി ഉയർന്നത്. അതിനെ തുടർന്നാണ് പരിശോധനകളടക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ പരിശോധനയടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ ബോധപൂർവമായ ഒരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് സൂചിപ്പിക്കുന്നത്. ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ കൺട്രോൾ റൂമിൽ നിന്നുള്ള വാഹനം അവിടേക്ക് എത്തുകയും അപകടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു SIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും കൂടി അവിടേക്ക് എത്തി. അവർ ഈ അപകടം പറ്റിയ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനാണ് ആദ്യം പ്രാമുഖ്യം നൽകിയത്. അതിനുശേഷമാണ് വാഹനം നമ്പർ നോക്കിക്കൊണ്ട് വാഹനം കണ്ടെത്തുകയും അത് മണിയൻപിള്ള രാജുവിൻ്റെ വാഹനമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ വാഹനം ഓടിച്ചിരുന്നത് മണിയൻപിള്ള രാജുവാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ സംഘം എത്തുകയും ഫോണിൽ എത്തുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ വീട്ടിൽ അദ്ദേഹത്തെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന. 2 തവണ ഈ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി പരിശോധന നടത്തുകയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന. ഒപ്പം തന്നെ ഈ ഫോണിൽ മണിയൻപിള്ള രാജു ഈ അന്വേഷണ സംഘത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റാരുമോ വിളിച്ചതായും സൂചനകളില്ല എന്ന കാര്യം കൂടി ഈ അന്വേഷണ സംഘം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ബോധപൂർവമായ ഒരു വീഴ്ച ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിറ്റേ ദിവസം തന്നെ ഈ അന്വേഷണ സംഘം അവിടെ എത്തുകയും ഈ വാഹനവും ഒപ്പം തന്നെ മണിയൻപിള്ള രാജുവും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വകുപ്പ് തല അന്വേഷണം അടക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. DCP വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത്. ഒപ്പം തന്നെ ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പുതിയ ഒരു അന്വേഷണ സംഘത്തെ കൂടി ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. DCP വിനോദിൽ നിന്നും അന്വേഷണം മറ്റൊരു ഉദ്യോഗസ്ഥനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തുതന്നെയായാലും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ എന്തായാലും മണിയൻപിള്ള രാജുവിന്റെ കാർ ഇടിച്ച് യുവാക്കൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയ സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. രജിത്തായിരുന്നു വിവരങ്ങൾ നൽകിയത്.